മുംബൈയിലെ മണിഭവനിൽ വെച്ച് രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരെ കണ്ടു. അതിന് തത്സമയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടോ അദ്ദേഹം വ്യക്തമാക്കണം. PR ഏജൻസിയെ ആരാണ് നിയോഗിച്ചിട്ടുള്ളത്? ഇന്നലെ അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ അദ്ദേഹം കൊടുത്തത് തന്നെയല്ലേ PR ഏജൻസി വക്രീകരിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അവരാരും സ്വർണ്ണക്കള്ളക്കടത്തുകാരല്ല, അവരാരും സ്വർണം പൊട്ടിക്കുന്നവരല്ല. സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണ്ണ പൊട്ടിക്കലും നടത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സഹായത്തോടെയാണ്. എന്നിട്ട് ഒരു ജില്ലയിലെ ജനങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റല്ല ഇടേണ്ടത്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയല്ലേ വേണ്ടത്? ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ ഒരു ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഈ PR ഏജൻസികൾ നേരത്തെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂവിനായി ഡൽഹിയിലെ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു എന്നാണ്. അല്ല, അതാണ് അറിയേണ്ടത്. ആരാണ് ഈ PR ഏജൻസി? ഇത് ആരാണ്? എന്താണ് അവർ ചെയ്യുന്നത്? ഇത്രയും കാലം നമ്മളാരും ഇത് കേട്ടിട്ടില്ല. കേരളത്തിലെ മലയാള പത്രങ്ങൾക്കൊന്നും അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇപ്പോഴൊരു PR ഏജൻസി അവതരിച്ച് അവർ ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നത് വ്യക്തമാണ്. ഡൽഹിയിൽ വെച്ചൊരു ഇംഗ്ലീഷ് മാധ്യമത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കുന്നു, ഒരു PR ഏജൻസി. അതിലെ പ്രസ്താവനകൾ ആ തരത്തിൽ ഗുരുതര സ്വഭാവമുള്ളത്, അതിലെന്തെങ്കിലും ഒരു കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും വന്നത് അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ന്യൂനപക്ഷങ്ങളെ കൈവിട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് PV അൻവർ. മുന്നണിയിലേക്ക് എടുക്കും അദ്ദേഹത്തെ? അല്ല, അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. അത് മുന്നണിയും പാർട്ടിയും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയിൽ അതാണ് ഒരു അനുകൂല നിലപാടാണ് അദ്ദേഹം. അല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം അത് ഞങ്ങൾ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. അൻവറെ മുന്നണിയിലെടുക്കണോ പാർട്ടിയിലെടുക്കണോ എന്നൊക്കെയുള്ള കാര്യം കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. താങ്കൾ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വീണ്ടും കോൺഗ്രസിലേക്ക് അല്ല, ആ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി മുന്നണി കൂടി ആലോചിച്ച്. താമസിച്ചിരുന്ന മുംബൈയിലെ മണിഭവനിൽ സന്ദർശിച്ച രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. PV അൻവറിനെ UDF എടുക്കുന്ന കാര്യവും കോൺഗ്രസിൽ എടുക്കുന്ന കാര്യവും ആലോചിച്ചിട്ടില്ല. അത് പാർട്ടി UDF ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാൽ അദ്ദേഹം പറയുന്ന പല നിലപാടുകളോടും യോജിപ്പുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്.